അന്ന് സംഭവിച്ചു ഇന്ന് രാവിലെ? ഇന്ന് രാവിലെ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് ഈ അനധികൃതമായി വേസ്റ്റ് എടുക്കുന്നതിന് നമ്മൾ പിടിക്കാൻ വേണ്ടിയിട്ട് സ്ക്വാഡുണ്ട്. അതിനെ നമ്മൾ കണ്ടെത്തുകയാണെങ്കിൽ സ്ക്വാഡിനെ നമ്മൾ അറിയിക്കും. അതിൻ്റെ ഭാഗമായിട്ട് വെളുപ്പിന് 4:30 ആയപ്പോഴത്തേക്ക് ഇവിടെ നിന്ന് എടുക്കുന്നത് കണ്ടപ്പോഴത്തേക്കാണ് നമ്മൾ തടയാൻ ശ്രമിച്ചതും. അപ്പോൾ ഓട്ടോ കൊണ്ടുവന്ന് ബൈക്കിൽ തട്ടിയിട്ടിട്ട് അവർ രക്ഷപ്പെട്ടു പോവുകയും ചെയ്തു. അവർ ഓട്ടോയിലായിരുന്നു? അവർ പാസഞ്ചർ ഓട്ടോയായിരുന്നു. ഇപ്പോൾ ഇവിടെ നിന്നാണ് മാലിന്യങ്ങൾ കയറ്റിക്കൊണ്ടിരുന്നത്? അങ്ങനെ നമ്മൾ കണ്ടപ്പോഴത്തേക്ക് SP ഫോർട്ടിൻ്റെ മുൻവശത്തുള്ള ഒരു ടീ സ്റ്റാളിൻ്റെ അവിടെ നിന്നാണ് കയറ്റിക്കൊണ്ടിരുന്നത്. അപ്പം ചേട്ടൻ നിങ്ങൾ ഇവരെ കൊണ്ട് അനധികൃതമായ മാലിന്യം തള്ളുന്നത് കണ്ട് നിങ്ങൾ അവരെ പിന്തുടരുകയാണ് ചെയ്തത് അല്ലേ? മുമ്പ് നേരത്തെ വന്നിടയ്ക്ക് അവിടെ നമ്മളെ സെൻട്രൽ തിയേറ്ററിൻ്റെ അവിടെ അടിച്ചായിരുന്നു. അപ്പോൾ അത് അവിടെ അടിച്ചത് കൊണ്ട് നമുക്ക് ഇനിയും ഇതേപോലെ അടിക്കാൻ ചാൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ ഇതേപോലുള്ള കടകളുടെ മുമ്പിലൊക്കെ നമ്മൾ രാത്രി തന്നെ നമ്മൾ പോകുമ്പോഴത്തേക്കും കെട്ടി വയ്ക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പം അത് എപ്പോഴെങ്കിലും ഇവരെടുക്കാൻ വരും എന്നുള്ള രീതിയിൽ നമ്മളിങ്ങനെ വന്ന സമയത്താണ് ഇവരെടുത്തുകൊണ്ടിരിക്കുന്നത്. ആ സമയത്താണ് എവിടെയാണ് കൊണ്ട് തള്ളുന്നത്? അത് ഈ പറയുന്ന പല ഹൈവേകളിലും ബൈപ്പാസുകളിലും ഈ തോടിലും എല്ലാവരും കൊണ്ട് തള്ളുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം നിങ്ങൾ അവരെ കൊണ്ട് അവർ ഈ പാസഞ്ചർ ഓട്ടോയിലുണ്ടായിരുന്നവർ കൃത്യമായിട്ട് അവരെന്താ ചെയ്തത്? അവരെ നമ്മൾ തട്ടിയിട്ടിട്ട് അവരങ്ങ് പോവുകയായിരുന്നു. നമ്മളങ്ങ് വീഴുകയായിരുന്നു. അപ്പം മറ്റേ എൻ്റെ പുറകെ ഇരുന്ന ആൾ പെട്ടെന്ന് ചാടി മാറിയതുകൊണ്ട് അവളിനെ അണ്ണ കാണാൻ പറ്റി. അപ്പോൾ അപ്രതീക്ഷിതമായിട്ടാണ് അവർ നിങ്ങളുടെ വന്നത്. നിങ്ങൾ കണ്ട ഉടനെ നിങ്ങൾ അവരോട് നിൽക്കാനോ അല്ലെങ്കിൽ അവരെ നിങ്ങൾ എടുക്കാൻ പറ്റില്ല, വണ്ടി നിർത്താൻ പറഞ്ഞു. അപ്പോഴത്തേക്കാണ് അവർ തട്ടിയിട്ടിട്ട് പോയത്. അപ്പം ചേട്ടനിപ്പോൾ കൈക്ക് എന്തെങ്കിലും? കൈ നല്ല പൈനാണ്. അതിന് ഈ ബാക്കി ഡോക്ടർ നോക്കിയിട്ട് നിങ്ങൾ രണ്ടുപേരും ഉണ്ടായിരുന്നു? രണ്ടുപേരും. ഏത് ഭാഗത്ത് ചേട്ടൻ നിന്നപ്പോഴാണ്? ഫോർട്ടിൻ്റെ സൈഡിൽ? അപ്പോൾ ആമേഴഞ്ഞ തോടിൻ്റെ സ്ക്വാഡിലായിരുന്നു നമ്മൾ. അപ്പോൾ ശരിക്കും ചിലപ്പോൾ ആമേഴഞ്ഞ തോട്ടിലായിരിക്കും ഇവർ ഈ മാലിന്യം തള്ളാൻ വരുന്നത്. പറയാം എവിടെയാണെന്ന് അവർ ആ സൗകര്യം അനുസരിച്ച് തള്ളും. ചെയ്യും. അപ്പോൾ അങ്ങനെ ഇപ്പം അതിനുശേഷം പിന്നീട് എന്തൊക്കെയുണ്ടായി? ചേട്ടനോട് ഹോസ്പിറ്റൽ വിറ്റായി മേയറോട് വരികയുണ്ടായിരുന്നു? മേയർ വന്ന് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വന്നിരുന്നു. HO HS HIമാർ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ പരാതി കൊടുത്തിട്ടുണ്ട്? പരാതി അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ കൃത്യമായി കാര്യങ്ങൾ ചെയ്യുന്നവരായതുകൊണ്ട് ചോദിക്കണം, ഇവരെ നേരത്തെ എന്തെങ്കിലും രീതിയിൽ ഇവരെ കാണുകയോ അല്ലെങ്കിൽ ഇവർ കൃത്യമായി ഇങ്ങനെ മാലിന്യങ്ങൾ തള്ളുന്നവരാണ് എന്നുള്ള പരാതിയോ അങ്ങനെ എന്തെങ്കിലും കിട്ടിയിട്ടാണോ നിങ്ങൾ അന്വേഷണം ഊർജിതമാക്കിയത്? അല്ല, പൊതുവേ കുറേ പേരെ അവരുടെ അടിക്കുന്നവരുടെ ലിസ്റ്റ് ഓൾറെഡി ഇവിടെ കുറേ പേരിലുണ്ടത് അറിയാൻ പറ്റുന്നുണ്ട്. അതിൽ പെട്ടവരായി എടുക്കുന്നതാണെന്ന് പറയാം. അപ്പം മുൻപും അവർ ഇത്തരത്തിലുള്ള പ്രവണതകൾ കാണിക്കുന്നവരാണ്. നേരത്തെ മറ്റേ രാഹുൽ എന്ന് പറഞ്ഞ പയ്യനും നേരത്തെയും ഇതേപോലെ ഉപദ്രവങ്ങൾ കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ചേട്ടൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ ഇങ്ങനെ ഒരു സംഭവം ആദ്യമായിട്ടാണ് തലനാരിഴയ്ക്കാണെങ്കിൽ ഇപ്പോൾ രക്ഷപ്പെട്ടതല്ലേ? അതെ. കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടി ഉണ്ടാകുമെന്ന് മേയർ പറയുകയുണ്ടായി. പോലീസ് വന്നിട്ട് മൊഴി രേഖപ്പെടുത്തി. അപ്പോൾ കേസുമായിട്ട് മുന്നോട്ട് പോകുന്ന ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തീരുമാനം, മേയറുടെ തീരുമാനം. ശരി.